മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ. റൂട്ടേഴ്സ് കാലിക്കറ്റ്. സ്കൂൾ പാഠഭാഗങ്ങൾ ലളിതമായ ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ലാസ്സാണിത്. അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയത്. പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കുട്ടികൾക്ക് ഏറെ സഹായകരമായിരിക്കും ഈ ക്ലാസ് എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ അധ്യായം 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന പാഠഭാഗമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 1. ഭൂഖണ്ഡം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ഉത്തരം: സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ കരഭാഗമാണ് ഭൂഖണ്ഡം. 2. ഭൂമിയിൽ എത്ര വൻകരകളാണുള്ളത്? ഉത്തരം: 7. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയാണ് 7 വൻകരകൾ. 3. ഇന്ത്യ ഏത് വൻകരയുടെ ഭാഗമാണ്? ഉത്തരം: ഏഷ്യ. 4. ഉപഭൂഖണ്ഡം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ഉത്തരം: ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കുന്നത്. 5. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്ന ഭാഗമേത്? ഉത്തരം: പാമീർ പീഠഭൂമി. 6. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി ഏത്? ഉത്തരം: പാമീർ പീഠഭൂമി. 7. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിരുകൾ ഏവ? ഉത്തരം: വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര. 8. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമേത്? ഉത്തരം: ഇന്ത്യൻ മഹാസമുദ്രം. 9. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എത്ര? ഉത്തരം: 7. 'ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. 10. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമേത്? ഉത്തരം: ഇന്ത്യ. 11. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യമേത്? ഉത്തരം: മാലിദ്വീപ്. 12.
ഉത്തര മഹാസമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദികളേവ? ഉത്തരം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. 13. ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഉത്തരം ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം എന്നിവ. 14. ഉത്തര മഹാസമതലത്തിന് തെക്കുഭാഗമുള്ള പീഠഭൂമിക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഏകദേശ ഉയരം എത്രയാണ്? ഉത്തരം 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെ. 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏത്? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. 16. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി കാണുന്ന വരണ്ട ഭൂപ്രദേശം ഏത്? ഉത്തരം ഥാർ മരുഭൂമി. 17. ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ലൂണി. 18. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. 19. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്ത്? ഉത്തരം ത്രികോണാകൃതി. 20. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ അറിയപ്പെടുന്നത് എപ്രകാരം? ഉത്തരം മൺസൂൺ കാലാവസ്ഥ. 21. മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഏതു പദത്തിൽ നിന്നാണ്? ഉത്തരം മൗസിം എന്ന അറബ് പദത്തിൽ നിന്ന്. 21. മൺസൂൺ കാറ്റുകളെക്കുറിച്ച് പ്രതിപാദിച്ച അറബ് സഞ്ചാരിയായ എഴുത്തുകാരനാര്? ഉത്തരം അൽ മസൂദി. 23. സൂര്യന്റെ അയനം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. 2. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. 24. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏത്? ഉത്തരം ഉത്തരായന രേഖ. 25. ഉത്തരായന രേഖ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്? ഉത്തരം 8. 'ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ്
ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. 26. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ചിന്നാർ. കാറ്റിന് അഭിമുഖമായി നിൽക്കാത്ത പർവ്വത പ്രദേശങ്ങളിലെ ചെരുവിൽ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. 27. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 കാർഷിക കാലങ്ങൾ ഏതെല്ലാം? ഉത്തരം ഖാരിഫ്, റാബി, സൈദ് എന്നിവ. 28. തെക്കു പടിഞ്ഞാറൻ വർഷകാലത്തിന്റെ ആരംഭത്തിൽ വിത്ത് വിതയ്ക്കുന്ന കാർഷിക രീതി ഏത്? ഉത്തരം ഖാരിഫ്. ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ കൃഷിരീതിയാണ് ഖാരിഫ്. 29. ഖാരിഫ് കാർഷിക രീതിയിൽ വിളവെടുക്കുന്ന മാസമേത്? ഉത്തരം സെപ്റ്റംബർ. 30. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതെല്ലാം? ഉത്തരം നെല്ല്, പരുത്തി, ചണം, ചോളം, കരിമ്പ്, ബജ്ര തുടങ്ങിയവ. 31. ഒക്ടോബർ മാസത്തിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കൃഷിരീതി ഏത്? ഉത്തരം റാബി. 32. ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള കൃഷിരീതിയാണ് റാബി. 32. റാബി കാർഷിക രീതിയിൽ വിളവെടുക്കുന്ന മാസമേത്? ഉത്തരം മാർച്ച്. 33. പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതെല്ലാം? ഉത്തരം ഗോതമ്പ്, പുകയില, ബാർലി, പയറുവർഗ്ഗങ്ങൾ, കടുക് തുടങ്ങിയവ. 34. ഏപ്രിലിൽ ആരംഭിക്കുന്ന കാർഷിക കാലം ഏത്? ഉത്തരം സൈദ്. 35. ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ മാത്രമാണ് സൈദ് വിളകൾ കൃഷി ചെയ്യുന്നത്. 35. സൈദ് കാർഷിക രീതിയിൽ വിളവെടുക്കുന്ന മാസമേത്? ഉത്തരം ജൂൺ. 36. പ്രധാനപ്പെട്ട സൈദ് വിളകൾ ഏതെല്ലാം? ഉത്തരം പച്ചക്കറികൾ, തണ്ണിമത്തൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവയും. 37. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ, നാരുവിളകൾ, എണ്ണക്കുരുക്കൾ എന്നിവ. 38. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ ഏതെല്ലാം? ഉത്തരം നെല്ല്, ഗോതമ്പ്, ബജ്ര, ചോളം, റാഗി തുടങ്ങിയവ. 39.
നാണ്യവിളകൾ എന്നാൽ എന്താണ്? ഉത്തരം വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവയാണ് പ്രധാന നാണ്യവിളകൾ. 40. ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ ഏവ? ഉത്തരം പരുത്തി, ചണം തുടങ്ങിയവ. 41. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കൾ ഏവ? ഉത്തരം നിലക്കടല, കടുകുവർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ. 42. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും. 1. ഇന്ത്യ ന്യൂഡൽഹി. 2. പാകിസ്ഥാൻ ഇസ്ലാമാബാദ്. 3. ബംഗ്ലാദേശ് ധാക്ക. 4. നേപ്പാൾ കാഠ്മണ്ഡു. 5. ഭൂട്ടാൻ തിംഫു. 6. ശ്രീലങ്ക ജയവർദ്ധനപുരം കോട്ടയും കൊളംബോയും. 7. മാലിദ്വീപ് മാലി. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.